ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വരുൺ രാധികയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മേ, എൻ്റെ സംശയം മുഴുവനും ഗീതു ഉണ്ടാക്കിയ തെളിവുകൾ സത്യമാണോ എന്ന് ഗോവിന്ദേട്ടൻ്റെ മനസ്സിലൊരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദേട്ടൻ നമ്മളോട് ഇത്രയും അകന്ന് പെരുമാറുന്നത്. അത് നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് വരുൺ. കാരണം ഇന്നലെ ഗീതുവിനോട് ദേഷ്യം കാണിച്ചു പോയവനല്ല തിരിച്ചു വന്നത്. മൂക്കാറ്റം കുടിച്ചിട്ടാണെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവനും ഗീതുവിനോടുള്ള പ്രണയം തുറന്നു പറയലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഓരോ പടിയെടുത്ത് വെക്കുമ്പോഴും ഐ ലവ് യു ഗീതു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോയത്. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാക്കണം. അതിനിപ്പം നമ്മൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ആലോചിക്കുകയാണ്. അപ്പോൾ രാധിക, എന്തായാലും അവൻ്റെ മനസ്സ് മാറ്റണം. ആ ഗീതു എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ എനിക്കൊരു ഐഡിയ ഉണ്ട് വരുൺ. അപ്പോൾ വരുൺ ചോദിക്കുക, അതെന്താ അമ്മേ, അതെന്താ ഐഡിയ? എനിക്കും കൂടെ പറഞ്ഞുതരാമല്ലോ. അതെന്ത് ഐഡിയ ആണെന്ന് ഞാൻ നിനക്കും കൂടെ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് അതിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദിവസമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം രഹസ്യം സംസാരിക്കുക. ആരും കേൾക്കാത്ത രീതിയിൽ അതെല്ലാം രേഖ ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ്. ഓഹോ, അപ്പം ഇതായിരുന്നല്ലേ പരിപാടി. എന്തായാലും ഞാൻ കാണിച്ചു തരാം, ഈ പരിപാടി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുക. അപ്പോൾ രാധിക വരുണിനോട്, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ടാവും? നല്ല ഐഡിയ അല്ലേ? അത് കേട്ടതും കലക്കി അമ്മേ, അസലായിട്ടുണ്ട്. എനിക്ക് ഈ ഐഡിയ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഐഡിയ കൊണ്ട് ഞാൻ ഇന്ന് ഗോവിന്ദൻ്റെ മനസ്സിൽ കയറി പറ്റും. കല്യാണം കഴിഞ്ഞ് ഭാര്യ പോലും ചെയ്യാത്തൊരു കാര്യം അമ്മ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അവൻ എന്നോടുള്ള സ്നേഹം കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ ഗീതുവിനോടുള്ള അകൽച്ച കൂടും. അങ്ങനെയാവുമ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ നടക്കുകയും ചെയ്യും. എല്ലാത്തിനും കാരണക്കാരൻ ആ അജാസാമേ, അജാസ് ഒറ്റൊരുത്തൻ. അവൻ കാരണമാണ് ഇന്ന് ഗോവിന്ദേട്ടൻ നമ്മളെ അവിശ്വസിച്ച് ഗീതുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയത്. അവൻ കാല് മാറുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. എന്തായാലും അവൻ കാല് മാറിയാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കണ്ണനെ എൻ്റെ പരിധിയിലെത്തിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതു ആണെങ്കിൽ കണ്ണാടി നോക്കി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുക. എത്ര മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല. കണ്ണേട്ടനാണെങ്കിൽ സ്നേഹവും ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. സത്യത്തിൽ ഒരു പെണ്ണ് സുന്ദരിയാകുന്നത് അവളുടെ മനസ്സിലെ പ്രണയം പുറത്തു വരുമ്പോഴാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും കണ്ണേട്ടനോട്? ഞാൻ ഒരിക്കലും കണ്ണേട്ടനോട് പ്രണയം തുറന്നു പറഞ്ഞാലും കണ്ണേട്ടൻ അത് അംഗീകരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു കണ്ണാടി നോക്കി സംസാരിക്കുമ്പോൾ രേഖ, നീ ആദ്യം നിന്റെ മനസ്സിലുള്ളത് നിന്റെ കണ്ണേട്ടനോട് പറയണം എന്നും. അപ്പോൾ ഗീതു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട്, ഇത് പുതിയൊരു ശബ്ദം, ഇത് നിന്റെ ശബ്ദമല്ലല്ലോ. അത് എൻ്റെ ശബ്ദമാ എന്നും രേഖ. അത് കേട്ടതും ഗീതു തിരിഞ്ഞു നോക്കി. രേഖയേച്ചിയായിരുന്നോ? കണ്ണാടിക്ക് മുമ്പിൽ നിന്നുള്ളതിൻ്റെ ഈ ഭ്രാന്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് എന്തിനാ വെറുതെ വരുന്നതെന്ന് കരുതിയിട്ടാ ഞാൻ മാറി നടന്നത്. അത് കേട്ടതും, എനിക്ക് ഈ വീട്ടിൽ സ്വന്തം കണ്ണാടി പോലെ നോക്കി സംസാരിക്കാനുള്ള അധികാരമില്ലേ? അതൊക്കെ നിന്റെ അധികാരമാണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ മോളെ. പക്ഷെ ഇങ്ങനെയെല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നിന്റെ കണ്ണേട്ടനോട് നീ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ കണ്ണേട്ടൻ നിനക്ക് നഷ്ടമായി പോകും. അത് കേട്ടതും ഗീതു, അത് ശരിയാ രേഖച്ച് പറഞ്ഞത്. പക്ഷെ എങ്ങനെ പറയുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലുള്ളത് അങ്ങോട്ട് തുറന്നു പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? പോയി ഗോവിന്ദേട്ടാ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? അതൊന്നും ശരിയാവില്ല രേഖച്ചി. പിന്നെ എന്താ ശരിയാവാത്ത? ഗോവിന്ദേട്ടനോട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ സ്നേഹം ഗോവിന്ദേട്ടൻ തിരിച്ചു തരും. അത് പിന്നെ എൻ്റെ മനസ്സിലെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ വെച്ച് കണ്ണേട്ടനൊരു ശബ്ദം എടുത്തിരിക്കുക. ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്നുള്ളൊരു ശബ്ദം. പിന്നെ ആ ശബ്ദമൊക്കെ ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് കുപ്പയിലിട്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദേട്ടന് നിന്നോട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. പക്ഷെ അത് നീ പറയാത്തത് കൊണ്ടാണ് ഗോവിന്ദേട്ടന് ടെൻഷൻ. നീ പറയാതെ ഗോവിന്ദേട്ടൻ എങ്ങനെ പറയുമെന്നുള്ളൊരു ടെൻഷൻ ഗോവിന്ദേട്ടനുണ്ട്. അതെനിക്ക് ഇന്നലെ ബോധ്യപ്പെട്ടതാ. ഇന്നലെ ഗോവിന്ദേട്ടൻ മുകളിലേക്ക് വരുന്ന ഓരോ പടി ചവിട്ടുമ്പോഴും ഗോവിന്ദേട്ടൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ മനസ്സിലെ മഞ്ഞുമഴയാണ് ഗീതു. എൻ്റെ എന്താ പറയുക, ഏറ്റവും വലിയ സന്തോഷമാണ് ഗീതു, എൻ്റെ പ്രണയമാണ് ഗീതു, ഐ ലവ് യു ഗീതു എന്നൊക്കെ പറഞ്ഞോണ്ടാ. സത്യമായിട്ടും ഞാൻ എന്തിനാ നുണ പറയുന്നേ?
സത്യമായിട്ടും ഗോവിന്ദേട്ടൻ ഇതൊക്കെയാ പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഗീതു മനസ്സിലാലോചിച്ചിട്ട് അതൊക്കെ വെള്ളത്തിൻ്റെ പുറത്ത് പറയുന്നതാന്നേ, അല്ലാതെ മനസ്സിലുള്ളതൊന്നുമല്ല. എടി പൊട്ടി, മനസ്സിൽ കിടക്കുന്നതാണ് കുടിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദേട്ടൻ്റെ മനസ്സിലുള്ളത് തന്നെ പുറത്തു വന്നത്. അതൊക്കെ നിന്നോട് എങ്ങനെ തുറന്നു പറയുമെന്നറിയാതെ ആ പാവം വീർപ്പ് മുട്ടി നടക്കുക. നീ ഒരു വാക്ക് നിന്റെ ഗോവിന്ദേട്ടനോട് പറഞ്ഞാലേ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ നിന്നോടുള്ള ഇഷ്ടം കാണിക്കും. അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിനുള്ളൊരു സമയം കൂടി ഒന്ന് വന്നിട്ടുണ്ട്. അത് കേട്ടതും അതെന്താ രേഖച്ചി, അതൊക്കെ ഞാൻ പറയാം. അതുകൊണ്ട് നീ ഇന്ന് ഉറപ്പായിട്ടും നിന്റെ ഗോവിന്ദേട്ടനോട് നിന്റെ ഇഷ്ടം തുറന്നു പറയണം. രേഖച്ചി എന്നെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ രേഖച്ചിയുടെ ജീവിതത്തിൽ രേഖച്ചി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും ഞാൻ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാകിയതു. വരുണേട്ടൻ്റെ സ്വഭാവം മാറണം, അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഒരു സുഖം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതവും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചോദിക്കുക, അതേ രേഖച്ചി, അതൊരു സുഖം തന്നെയാണ്. ഗോവിന്ദേട്ടനും എങ്ങനെയെങ്കിലും മനസ്സ് മാറി വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിനല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറ്റിയൊരു ദിവസമാണ്. അതെന്ത് ദിവസമാണ്? അതെ, ഇന്ന് രാധികാമ്മയും വരുണേട്ടനും കൂടെ സംസാരിക്കുന്നത് ഞാൻ മറിഞ്ഞെന്ന് കേട്ടായിരുന്നു. എന്താ ചേച്ചി അത്? അതെന്താന്ന് വെച്ചാൽ അവർ സംസാരിച്ചത് ഇങ്ങനെയാണ്. ഗോവിന്ദേട്ടനെ കയ്യിലെടുക്കാൻ വേണ്ടി ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഈ ദിവസം ഗോവിന്ദേട്ടൻ പോലും അറിയാതെ ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയും അതിന് ഒരു നല്ലൊരു പാർട്ടി നടത്തുകയൊക്കെ വേണം. സ്വന്തം ഭാര്യ പോലും അറിയാത്ത ഈ ബർത്ത്ഡേ അമ്മ അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ കണ്ണന് അമ്മയോടുള്ള സ്നേഹം കൂടുമെന്നും അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഗീതുവിനോടുള്ള ദേഷ്യം കൂടുമെന്നൊക്കെ രാധികാമ്മയും വരുണേട്ടനും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഗീതു, സത്യമായിട്ടും ഇന്ന് ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേയാ? അതെ ഗീതു, ഇന്ന് ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേയാ. എന്തായാലും ഇത് നിനക്ക് പറ്റിയൊരവസരമാണ്. ഈ വിവരം രാധികാമ്മ ആരെ അറിയിക്കാതെ ഒറ്റയ്ക്കങ്ങ് ആഘോഷിക്കാമെന്ന് കരുതിയിരുന്നതാ. പക്ഷേ നീയാണല്ലോ ഇത് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ അറിയിച്ചത്. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കുക. ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഒന്നുമില്ല രേഖച്ചി. പിന്നെ എന്താ, ഗോവിന്ദേട്ടൻ നിനക്ക് നിന്റെ ബർത്ത്ഡേ ഒരു വലിയ സർപ്രൈസ് ആയിട്ട് തന്നതല്ലേ, അതുപോലെ ഈ ബർത്ത്ഡേയും അടിപൊളിയായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നീ ഗോവിന്ദേട്ടന് കൊടുക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ ഗോവിന്ദേട്ടന് നല്ലൊരു അടിപൊളി സർപ്രൈസ് തന്നെ കൊടുക്കും എൻ്റെ രേഖക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് രേഖയോട് പറയാം. പിന്നെ നിന്റെ മനസ്സിലെ പ്രണയവും ഹാപ്പി ബർത്ത്ഡേയും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നോടുള്ള സ്നേഹം ഗോവിന്ദേട്ടനും തുറന്നു പറയും. അതൊരു അസല് റൊമാൻറ്റിക് ബർത്ത്ഡേ മൂഡായിരിക്കുമല്ലോ രേഖേച്ചി, പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും. അപ്പോൾ ഗീതു രേഖേൻ്റെ കവളത്തൊരു ഉമ്മ കൊടുക്കുക. അതെ, ഇതുപോലൊരു ഉമ്മ ഗോവിന്ദേട്ടൻ്റെ കവളത്ത് കൊടുത്തിട്ട് മതി ഈ പ്രണയം പറച്ചിലൊക്കെ കേട്ടോ എന്നും പറയാം. അതൊക്കെ ഞാൻ ഏറ്റുമോളെ, ഇനി മഴയായിരിക്കും, മരുഭൂമിയിലും മഴ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേഖ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ഗീതു കണ്ണാടി നോക്കിയിട്ട്, അതെ ഇന്നെൻ്റെ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേയാ, ഞാൻ ഇന്നെൻ്റെ കണ്ണേട്ടനോട് ഹാപ്പി ബർത്ത്ഡേയും പറയും, ഐ ലവ് യു എന്നും പറയും. പിന്നെ അതിനിടയിൽ ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് പുറത്തേക്ക് വന്നു പോരുത്, കണ്ണാടിയിലും അടങ്ങി ഒതുങ്ങിയിരുന്നോളാം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ കറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് അജാസ് അവിടെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും ഗീതു താഴേക്കെത്തിയതും അജാസിനോട്, അജാസ് നമുക്ക് പോകാം. പോകാം മാഡം എന്ന് പറഞ്ഞ് കയറുമ്പോഴത്തേക്കും ഭദ്രനും വിലാസിനെയും കൂടെ ഓട്ടോയിൽ വന്നിറങ്ങുക. അപ്പോൾ ഭദ്രനെയും വിലാസിനെയും കണ്ടതും ഗീതോടെ നിന്നു. മോളെ, നിന്നെ ഞങ്ങൾ ഓഫീസിൽ അന്വേഷിച്ച് പോയിരുന്നു, അവിടെ നീ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞോണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ കാണാൻ ഓടി നടക്കുന്നേ? മോളെ, അച്ഛനെ രക്ഷിക്കാൻ ആരുമില്ല മോളെ, നീ രക്ഷിക്കണം നിന്റെ അച്ഛനെ. ഞാനെങ്ങനെ രക്ഷിക്കാനാ? അച്ഛനെന്താ പറ്റിയേ? ഒരു വക്കീൽമാരും അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കുന്നില്ല, അതുകൊണ്ടാ. അതെ, ജഡ്ജിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ വക്കീൽ അച്ഛൻ്റെ കേസ് ഏറ്റെടുത്താൽ ജഡ്ജി വക്കീൽമാരോട് പിണങ്ങും. അതുകൊണ്ട് അവർ കേസ് ഏറ്റെടുക്കാത്തത്. അച്ഛന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ജഡ്ജിയോട് പോയി കളിക്കാൻ? അതെ, കളിക്കണമെങ്കിൽ തരത്തിൽ പോയി കളിക്കണം, അല്ലാതെ ജഡ്ജിയോടും പോലീസിനോടൊക്കെ കളിച്ചാലേ ഇതിനല്ല ഇതിനപ്പുറവും കിട്ടും. മോളെ, നീ നല്ല മിടുക്കിയാണല്ലോ. നിന്റെയും ഗോവിന്ദൻ്റെയും കേസ് ഒറ്റയ്ക്ക് വാദിച്ച് ജഡ്ജിയുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങിയവളല്ലേ നീ. അങ്ങനെയുള്ളപ്പോൾ മോളുടെ അച്ഛൻ്റെ കേസും മോളെ ഏറ്റെടുത്ത് നടത്തണം. അത് കേട്ടതും, ഞാനോ കേസ് ഏറ്റെടുക്കാനോ? അത് ഡിവോഴ്സ് കേസ് ആയതുകൊണ്ട് ജഡ്ജി സമ്മതിച്ചു. ഇത് ഡിവോഴ്സ് കേസൊന്നുമല്ല, അച്ഛൻ കാണിച്ച ഓരോ കോപ്രായങ്ങളും കണ്ട് ജഡ്ജി തന്നെ നേരിട്ട് കൊടുത്ത കേസാ. അങ്ങനെയുള്ളപ്പോൾ അച്ഛന് ഒരു രക്ഷയുമില്ല. മോളെ, നീ എന്തായാലും എന്നെ രക്ഷിക്കണം. അല്ല, അച്ഛനെ രക്ഷിക്കാൻ എന്താ ഒരു വക്കീൽമാരും വരാത്തത്? അതെന്താണെന്ന് എനിക്കറിയാം മാഡം. അതെന്താ ജാസ്? പക്ഷേ അത് മാഡത്തിനോട് പറഞ്ഞാൽ ശരിയാവില്ല, അത് കേൾക്കാൻ പറ്റുന്നതല്ല.
അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. അച്ഛൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് അച്ഛൻ രക്ഷപ്പെടും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അച്ഛനെ രക്ഷിക്കാനൊന്നും എനിക്ക് നേരമില്ല. വേണമെങ്കിൽ അച്ഛൻ പോയി ജയിലിൽ കിടന്നോ. പിന്നെ അച്ഛൻ ജയിലിൽ കിടന്നാലേ അമ്മയ്ക്കും മനസ്സിലാവും. എന്തായാലും അച്ഛനും അമ്മയും ഒരുമിച്ചൊന്ന് കഷ്ടപ്പെടും. അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അമ്മ പഠിച്ചോളും. അച്ഛൻ പുറത്തിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അതുകൊണ്ട് അകത്ത് പോയി കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോയി വണ്ടി കയറിയിരിക്കുക. ഈ സമയം അജാസ്, അതേ ദേ ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഗീതു മേഡം നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെ രക്ഷിക്കണമായിരുന്നെങ്കിലേ നിങ്ങൾ നല്ല അച്ഛനും അമ്മയായിരുന്നിരിക്കണം. എടാ നിന്നെ എൻ്റെ കൈ കിട്ടുവടാ, നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് വണ്ടി എടുത്തോണ്ട് പോയി. വിലാസിനി ഒന്നും ഏറ്റില്ലല്ലോ വിലാസിനി, നമ്മുടെ മോള് നമ്മളെ രക്ഷിക്കാതെ അങ്ങ് പോവുകയാണല്ലോ. എന്ത് ചെയ്യാനാ ഭദ്രേട്ട, അവൾക്ക് പോലും നമ്മളെ വേണ്ട. ഇനിയിപ്പം ഞാൻ എന്ത് പറയാനാ? എൻ്റെ ഭഗവാനെ, എന്നെ എങ്ങനെ രക്ഷിക്കും? ആര് രക്ഷിക്കും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അല്ല മനുഷ്യ, നിങ്ങൾ ജഡ്ജിയെ കാണിച്ച ഒരു മുദ്ര പറഞ്ഞില്ല, അത് ഏത് മുദ്രയാ? എൻ്റെ വിലാസിന് ഞാൻ 2 കൈയും കൂടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ തിരുമീന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. നിങ്ങൾ എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജഡ്ജിയുടെ മുമ്പിൽ പോയി ചെയ്യാൻ പോയേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ വിലാസിനെ ഒരു വിലക്കിരിക്കട്ടെ എന്ന് കരുതി അങ്ങ് ചെയ്തു പോയതാ. സോറി അടി. എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗീതു പറഞ്ഞതുപോലെ നിങ്ങൾ ജയിലിൽ പോയി കിടക്ക്, അതായിരിക്കും നല്ലത്. അങ്ങനെ കിടക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി വിവരം വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ആകെ ദേഷ്യപ്പെട്ട് അവിടെ ഒന്നും പോവുക. ഈ സമയം അജാസും ഗീതും കൂടെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അജാസ് ചോദിക്കുക, അല്ല ഗീതു മാഡം ഇന്നെന്താ ഫ്രണ്ട് സീറ്റിലിരുന്നത്? അത് കേട്ടതും എന്താ ഇരുന്നൂടെ? ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗീതു, എന്നെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ഒരാളെ ഡ്രൈവറാക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് മുൻ സീറ്റിൽ കയറിയിരുന്നത്. അപ്പോൾ ഇന്നലെ എല്ലാം ഗോവിന്ദ് സാറ് പറഞ്ഞു അല്ലേ? എന്ത് ചെയ്യാനാ, ഗോവിന്ദ് സാറ് ലക്ക് കെട്ടിരിക്കുന്ന സമയമാണ്. എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കിട്ടിയ ഒരു അവസരമെന്ന് കരുതി എല്ലാം പറഞ്ഞതാ. അതുകൊണ്ട് മാഡത്തിനോടുള്ള അകൽച്ച കുറച്ച് കുറഞ്ഞല്ലോ. എന്തായാലും അജാസ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. എനിക്ക് പ്രാന്തില്ല. ആ പ്രാന്ത് ഗോവിന്ദ് കണ്ണേട്ടനോടുള്ള എൻ്റെ സ്നേഹമാണെന്ന് അജാസ് കണ്ണേട്ടനെ ബോധ്യപ്പെടുത്തി കൊടുത്തതുകൊണ്ട് താങ്ക്സ് എന്നും ഗീതു പറയുക. സാരമില്ല മാഡം, എനിക്ക് തോന്നി നിങ്ങൾ തമ്മിലാണ് ഒന്നിക്കേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള സത്യങ്ങളൊക്കെ അറിയണമെന്ന്. എന്തായാലും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട് മാഡം. ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ മാഡം അങ്ങനെയുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയത്. ആ തെളിവുകൾ മുഴുവനും നഷ്ടപ്പെട്ടത് എനിക്കും വല്ലാത്ത സങ്കടമുണ്ട്. അതെ അജാസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടപെട്ട് ഇതൊക്കെ ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാം പോയില്ല അജാസ്. പിന്നെ അജാസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്ത് ഹെൽപ്പാണ് മാഡം? രാധികാമ്മയും വരുണും ഒക്കെ ഭയങ്കര കള്ളനാണെന്നും ക്രിമിനലാണെന്നും അജാസിനറിയാം. ആ ഒരു തെളിവ് എനിക്ക് ശേഖരിച്ചു തരാൻ പറ്റുമോ? അജാസ് പറഞ്ഞ ഗോവിന്ദ് കണ്ണേട്ടൻ വിശ്വസിക്കും. അത് കേട്ടതും സോറി മാഡം, ഇനി നമ്മളിത് ഈ കാര്യം സംസാരിക്കാൻ പാടില്ല. അതെന്താ സംസാരിച്ചാൽ എനിക്ക് ഭക്ഷണം തന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുന്ന പോലെ ആവില്ലേ, ഒറ്റ കൊടുക്കുന്നത് പോലെ ആവില്ലേ? അതുകൊണ്ട് എനിക്കത് പറയാൻ താല്പര്യമില്ല മാഡം. അത് കേട്ടതും എന്തൊക്കെയായിരുന്നു അനിയത്തി, കുഞ്ഞനിയത്തി, ഇതുപോലൊരു അനിയത്തിയെ സ്നേഹിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ ഒരു അനിയത്തിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ ആരുമില്ല. അതെ, അന്ന് ആങ്ങളെയാണ് പോലും ആങ്ങള. നിങ്ങളുടെ അളിയനെ എന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങേരെ വിശ്വസിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരാങ്ങളയുടെ കടമ എന്താണ്? ഒരു പെങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ആങ്ങളയ്ക്ക് അളിയനോടാ കൂറ്. അളിയനോടും അളിയൻ്റെ അമ്മയോടും അവരുടെ മകനോടൊക്കെ എന്നോട് ഒരു സ്നേഹവുമില്ല. എൻ്റെ ഈശ്വര, ഞാൻ എങ്ങനെ ഇയാളെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ ഇരുന്ന് പിറുപിറുത്തോണ്ടിരിക്കുക. അപ്പോൾ അജാസ് ഇരുന്ന് ഭയങ്കര ചിരി. എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല മാഡം, മാഡത്തിനെ കണ്ട് ചിരി വന്നിട്ട് ചിരിച്ചതാ. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രാന്തിയാണല്ലോ, പ്രാന്തി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. വിജയലക്ഷ്മി ഭഗവാന് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതുവും വന്നതും ഗീതു നേരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗീതുവിനെ കണ്ട് വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗീതു പ്രാർത്ഥന കഴിഞ്ഞു. അതെ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഗീതു എന്താ മാഡം എന്നും ചോദിക്കുകയാണ്. അത് ഇന്ന് ഗോവിന്ദൻ്റെ ബർത്ത്ഡേയാ. അത്രയേ ഉള്ളൂ, അത് ഞാൻ അറിഞ്ഞതാ. അതൊക്കെ അറിഞ്ഞോ? പിന്നെ അറിയാതിരിക്കോ? സ്വന്തം ഭാര്യയായി ഞാൻ അറിയാതെ പിന്നെ ആരറിയാനാ? ശരി, പക്ഷേ അതിനിടയിൽ ഒരു സംഭവം നടന്നു. എന്താ മാം അത്?
അത് പിന്നെ ഡേറ്റ് അനുസരിച്ച് ഗോവിന്ദൻ്റെ ബർത്ത്ഡേ ഇന്നാണ്, പക്ഷേ നാളെ അനുസരിച്ചുള്ള ഗോവിന്ദൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയി ഗീതു. അത് കേട്ടതും അയ്യോ അതെപ്പോഴായിരുന്നു മാഡം? പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെയാ. ദൈവം ഒന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അന്നൊരു മിറാക്കിൾ നടന്നു. അത് കേട്ടതും ഗീതു ആകാംക്ഷയോടെ എന്ത് മിറാക്കിളാ മാഡം? ആ മിറാക്കിളിൽ സംഭവിച്ചത് എന്താണെന്നല്ലേ? ആ ഗോവിന്ദൻ്റെ നാളനുസരിച്ചുള്ള ജന്മദിനത്തിൻ്റെ അന്നാണ് നീ ശയന പ്രദക്ഷിണം നടത്തിയത്. അത് കേട്ടതും സന്തോഷത്തോടെ ഗീതു വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുക. അതേ മോളെ, ഗോവിന്ദന് വേണ്ടി വഴിപാട് കഴിച്ച് അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നീ വഴിപാട് കഴിപ്പിച്ച ആ ദിവസമാണ് ഗോവിന്ദൻ്റെ നക്ഷത്രം അനുസരിച്ചുള്ള ബർത്ത്ഡേ. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നീ അന്ന് ചെയ്തു. ഇതാണ് ദൈവത്തിൻ്റെ ഓരോരോ വികൃതികളെന്ന് പറയില്ലേ. കാരണം ദൈവം കാണിച്ച ആ ഒരു കുസൃതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. നിന്നെയും ഗോവിന്ദനെയും ഒന്നിപ്പിച്ചത് ഗീതുവാണ് ദൈവമാണെന്നുള്ളൊരു ഇത് കാണിച്ചതാണ് ദൈവം. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് ഒന്നിച്ച് ഗോവിന്ദനോടൊപ്പം ജീവിക്കാനുള്ളൊരു അവസരവും ദൈവം ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയണം. അത് കേട്ടതും ഗീതു ഭഗവതിയോട് നന്ദി പറയുക. ഒരുപാട് നന്ദി ദേവി എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.